ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട കാർമൽ റൂഹ മിനിസ്ട്രി യൂട്യൂബ് ചാനലിലെ സിസ്റ്ററുടെ സ്വന്തം കുടുംബാംഗങ്ങളെ, ഈ ദിവസങ്ങളിൽ ഒരുപാട് സിസ്റ്ററിനെ ഓർമ്മപ്പെടുത്താനുള്ളത് വിശുദ്ധ കുമ്പസാരം. വിശുദ്ധ കുമ്പസാരം ചെയ്ത് 25 കൊല്ലം, 10 കൊല്ലം, 5 കൊല്ലയ്ക്കായിട്ട് വളരെ കൂളായിട്ട് നടക്കുന്ന ഒരുപാട് ദൈവമക്കളെ കാണാൻ സാധിച്ചു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുമ്പസാരം എന്ന് പറയുമ്പോഴും അതിനൊരു പ്രത്യേക കൃപയുണ്ട്. കരുണയുടെ കൂട്, അനുരഞ്ജന കൂദാശ, ഇടയ്ക്കിടയ്ക്കുള്ള വിശുദ്ധ കുമ്പസാരം. ഈ അടുത്തിടെ സിസ്റ്റം തൊഴുപാടം ധ്യാന കേന്ദ്രത്തിലേക്ക് കുറച്ച് മെഴുതിരി അങ്ങനെ പ്രേക്ഷിതരും ഞാനും കൂടി ഒരു ഷോപ്പിലെ അപ്രതീക്ഷിതമായിട്ട് കയറി ചെല്ലാണ്. അപ്പോൾ അവിടെ ദമ്പതി ഒരു രണ്ട് മൂന്ന് കുടുംബങ്ങൾ നിൽക്കുന്നുണ്ട്. അതിലെ ഒരു ദമ്പതികൾ ഓടി വന്നിട്ട് പറഞ്ഞു, യൂട്യൂബിലെ സിസ്റ്ററാണ്, ഇപ്പം അങ്ങനെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അവർ പറയാണ്, സിസ്റ്റർ ഞങ്ങളുടെ വീടിൻ്റെ കുറ്റൂശിയാണ് നടക്കാൻ പോകുന്നത്, അതിന് ഞങ്ങൾ എല്ലാവിധ രൂപങ്ങളും രൂപക്കൂടും ഒക്കെ, അപ്പോൾ സിസ്റ്ററിനോട് എന്നെ ഒന്ന് സെലക്ട് ചെയ്ത് പ്രാർത്ഥിച്ച് തരാൻ പറയാണ്. അതിനിടയിൽ അവർ പറഞ്ഞു, ഹസ്ബൻഡ് പറഞ്ഞു, സിസ്റ്റർ എനിക്ക് വേണ്ടി ഒന്ന് നന്നായി പ്രാർത്ഥിക്കണം, സിസ്റ്റർ ഇപ്പം തന്നെ ഒന്ന് പ്രാർത്ഥിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു, ഒരിക്കലും പറയാറില്ല, ചിലരോട് അങ്ങനെ പറയും, ഒരു നെഗറ്റീവ് എനർജി ചിലർ നമ്മുടെ അടുത്ത് വരുമ്പോൾ. അപ്പോൾ 10 രൂപ കൊടുത്താൽ നമുക്ക് 1/2 കിലോ തക്കാളി കിട്ടും, ഇവിടെ കിട്ടുമെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ വാങ്ങുന്നതല്ല പ്രാർത്ഥന. ഒരു മിനിറ്റ് കണ്ണടച്ചിട്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ കുമ്പസാരിച്ചിട്ട് എത്ര നാളായി? ചെറുപ്പക്കാരനാണ്. കുമ്പസാരിച്ചിട്ട് എത്ര നാളായി? അപ്പോൾ പറഞ്ഞു, അത് അത്ര കണക്ക് എനിക്കറിയില്ല, എന്നാൽ എന്തായാലും 5-8 കൊല്ലം കഴിഞ്ഞിട്ടുണ്ട്. കണക്കറിയില്ല. ശരി, ഇന്ന് ഇവിടെ ഒരു പള്ളി പറഞ്ഞു കൊടുത്തു, അവിടെ പോയി കുമ്പസാരിച്ചിട്ട് പോയാൽ മതി, അവിടെ എപ്പോഴും കുമ്പസാരമുണ്ട്. അപ്പോൾ ഭാര്യ പറയുകയാണ്, സിസ്റ്റർ ഭയങ്കര അപകടങ്ങളാണ് എപ്പോഴും ഉണ്ടാവുന്നത്, ആക്സിഡൻറ്റ്, പിന്നെ ഒരുപാട് ആക്സിഡൻറ്റുകൾ, പിന്നെ ഈ പണിതുകൊണ്ടിരിക്കുന്ന വീട്ടിൽ തന്നെ പണിക്കാരല്ല, ഈ ഹസ്ബൻഡ് തന്നെ മറിഞ്ഞ് വീണ് ഒരുപാട് അപകടങ്ങൾ പറ്റുന്നു. അങ്ങനെ എപ്പോഴും വിട്ടൊഴിയാത്ത വിധത്തിലുള്ള രോഗപീഠകൾ. നമ്മളിതൊന്നും അറിഞ്ഞിട്ടില്ല. അവരൊരു നിമിഷം ജസ്റ്റ് കൈവച്ചൊന്ന് പ്രാർത്ഥിക്കുമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ പ്രാർത്ഥിക്കുന്നതിന് മുൻപ് തന്നെ പരിശുദ്ധാത്മാവ് ആ ആത്മാവിനെ രക്ഷപ്പെടാൻ വേണ്ടി, ചിലപ്പോൾ ഒരുപക്ഷെ ഇത്രയധികം നമ്മൾ ദൂരെ പോയിട്ട് ഇപ്പോൾ ഈ മെഴുതിരി വാങ്ങേണ്ട കാര്യമില്ല, ഇതൊക്കെ നമ്മുടെ അവിടെ നിന്ന് കിട്ടും. പക്ഷേ ഈ ഒരു ആത്മാവിനെ നേടിയെടുക്കാൻ വേണ്ടി, ആ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി പരിശുദ്ധാത്മാവ് നമ്മളെ അവരുടെ മുൻപിൽ എത്തിക്കും. വലിയൊരു കൃപയാണിതിപ്പോൾ. അതുപോലെ വീടുകളെ രക്ഷപ്പെടുന്നു. ഇതുപോലെ എന്താ പറയുക, അപ്പോൾ എൻ്റെ കൂടെയുള്ള പ്രേക്ഷിതർ പറഞ്ഞു, ഷോപ്പ് മിനിസ്ട്രി. യെസ്, കറക്റ്റ്, ഷോപ്പ് മിനിസ്ട്രി, ട്രൂ, തീർച്ചയായിട്ടും. ബസ് മിനിസ്ട്രി, ട്രെയിൻ മിനിസ്ട്രി, പ്ലെയിൻ മിനിസ്ട്രി, ഷോപ്പ് മിനിസ്ട്രി, ബസ് സ്റ്റോപ്പ് മിനിസ്ട്രി, ഒരുപാട് മിനിസ്ട്രികളുണ്ട് പ്രിയപ്പെട്ടവരെ. എത്രയായാലും സ്വർഗത്തിന് ഒരു ആത്മാവിൻ്റെ മാനസാന്തരം വലിയ കാര്യമാണ്. ഒരു ആത്മാവിനെ കിട്ടിയാൽ സ്വർഗം സന്തോഷിക്കുകയാണ്. കുമ്പസാരം, നമുക്കതിലെ ശ്രദ്ധ പതിപ്പിക്കാം. കുമ്പസാരിക്കുന്ന ദൈവ പൈതലിനെ അനുഗ്രഹങ്ങൾ പിന്തുടരുന്നു. ആമേൻ.